ഇനി പറയാൻ പോകുന്നത് കേൾക്കുമ്പോൾ ചെറിയൊരു തമാശയായിട്ടൊക്കെ തോന്നുമെങ്കിലും കുറച്ച് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് കേട്ടോ. നഗരമധ്യത്തിൽ കുതിരകളുടെ ഒരു സൂപ്പർ ഫൈറ്റ്. തർക്കം മുറുകിയതോടെ ഒരു കുതിര ഓടി വന്ന് ഓട്ടോറിക്ഷയിലേക്ക് ചാടിക്കയറി. തർക്കത്തിൽ ഏർപ്പെട്ട അടുത്ത കുതിരയാണ് ഇടിച്ചു കയറിയത്. അടുത്തുള്ള ഒരു ഷോറൂമിലേക്കാണ്. അവിടെയുള്ള വസ്തുക്കളൊക്കെ കാര്യമായി നശിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ ഓട്ടോയിൽ കുടുങ്ങിയ കുതിരയെ അരമണിക്കൂറോളം അതിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടന്നു. അതിനുശേഷമാണ് പുറത്ത് എടുക്കുന്നതൊക്കെ. ഇതിൽ ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവർക്കും ഓട്ടോയിലെ യാത്രക്കാരനും ഗുരുതരമായി പരിക്കേറ്റു എന്നതാണ്. ऑटो वाले भी आधे घंटे पकड़ो। കൂടുതൽ വിവരങ്ങളുമായി ദേവിക രുക്മി നമുക്കൊപ്പം ചേർന്നുണ്ട്. ദേവിക, ഇത് ആദ്യം കേൾക്കുമ്പോൾ ഇങ്ങനെ കുതിര ഓട്ടോയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി, അത് തർക്കത്തിനിടയിലാണ് ഓടിക്കയറിയത് എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശയൊക്കെ തോന്നുമെങ്കിലും പ്രശ്നം കുറച്ച് ഗുരുതരമാണല്ലേ? ഡ്രൈവർക്കും ഈ ഓട്ടോയിലെ യാത്രക്കാരനും ഒക്കെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇത് എവിടെയാണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? അതെ സന്ധ്യ, മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 2 കുതിരകൾ കാരണം ഒരു നഗരം മുഴുവൻ പരിഭ്രാന്തിയിലായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നഗ്രത് ചൗക്കാണ് ഈ ദൃശ്യങ്ങളുള്ളത്. ഈ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. 2 കുതിരകൾ തമ്മിൽ പോരടിക്കുന്നു. അങ്ങനെ നാട്ടുകാർ ഒരുപാട് ശ്രമിച്ചിട്ടും ഇവയെ കണിയാനിടാൻ സാധിക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുതിര പെട്ടെന്ന് ഒരു കടയിലേക്ക് ഇടിച്ചു കയറുന്നു. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. മറ്റൊരു കുതിരയാണെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടതുപോലെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ഓട്ടോറിക്ഷയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അങ്ങനെ ആ ഓട്ടോ ഡ്രൈവറിനും അതുപോലെ തന്നെ യാത്രക്കാരനും സാരമായ പരിക്കേറ്റു. പക്ഷേ ഈ കുതിര ഓടിക്കേറിയ ആവേശമൊന്നും പിന്നെ കണ്ടില്ല. ശരിക്കും ആ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയി. അങ്ങനെ അരമണിക്കൂറോളം നാട്ടുകാർ കഠിനമായി പ്രയത്നിച്ച് ഈ കുതിരയെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. എന്തായാലും ഓട്ടോറിക്ഷയുടെ കാര്യവും തീരുമാനമായി. ഓട്ടോറിക്ഷയ്ക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ജബൽപൂരിൽ നമ്മുടെ നാട്ടിലൊക്കെ നായകളാണ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുള്ളത്. പക്ഷേ കുതിരകളാണ് ഇവിടെ ഇങ്ങനെ അനാഥരായി നടക്കാറുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഏറെ നാളുകളായിട്ടും ഒരുപാട് പരാതികൾ കൊടുത്തിട്ടും അധികൃതർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം എന്തായാലും അധികൃതർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുതിരകളെ എല്ലാം നഗരത്തിൽ നിന്ന് പുറത്താക്കും എന്നൊരു തീരുമാനം വന്നിട്ടുണ്ട് സന്ധ്യ. ശരി ദേവിക, എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ. ഈ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ, കുതിരകളൊക്കെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും അത് കാണാറുള്ളതുമാണ്. ഇതിപ്പോൾ മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ്. കുറച്ച് നാൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലും ഒരു കുതിര ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു സ്കൂട്ടർ ആക്രമിച്ചതും അങ്ങനത്തെ ഒരു വാർത്തയൊക്കെ നമ്മളും കേട്ടതാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരു ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. ശരി ദേവി.